നമസ്തേ, നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രോഗ്രാം പറയുമ്പോഴും അത് വീടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദിക്കിനെ സംബന്ധിച്ചിടത്തോളമാണ് നമുക്ക് പറയുന്നത്. കാരണം എല്ലാം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ പ്ലാനൊക്കെ എടുത്തതിന് ശേഷം ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വാങ്ങിക്കുമായിരുന്നു. വാങ്ങിച്ചതിന് ശേഷമാണ് അവിടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. ഇപ്പൊ ഞാൻ അടുത്ത സമയത്തായിട്ട് ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം വാങ്ങിക്കില്ല. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിനെ പറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവരുടെ വീടുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് വായിക്കുമ്പോൾ ചിലർ വിചാരിക്കും ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഒരിക്കലുമല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വീടുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് അവരുടെ കുവാ നമ്പറുടെ അവരുടെ ബാക്കി ഡയറക്ഷൻസ്, കളർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഈ വർഷം അവർക്ക് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ദോഷങ്ങളും അതിന്റെ പരിഹാരങ്ങളും എല്ലാം പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് നിന്നിട്ടല്ല, അവരുടെ ഇതിൽ നിന്നിട്ടാണ് പറയുന്നത്, വീടിന്റെ പ്രശ്നത്തിൽ നിന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീടെടുത്തു, വീടിനെ കറക്റ്റ് 9 തിരിച്ചു. ഇത് ഒരു മുറിയായാലും 9 മുറികളുള്ള വീടായാലും 3 മുറിയുള്ള വീടായാലും നമുക്ക് വീടിനെ കറക്റ്റ് 9 തിരിക്കാൻ പറ്റും. തിരിച്ചിട്ട് ഇതിന്റെ ഓരോ ദിക്കുകൾ നമ്മൾ എടുക്കുന്നു. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, ഇതല്ലയോ കന്നിമൂല, ഇതല്ലയോ വായുകോണ്, ഇതല്ലയോ ഈശാനകോണ് എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. ഇതെല്ലാം തന്നെയാണ് അതാത് ദിക്കുകൾ. പക്ഷേ ആ ഒരു ചെറിയ പോയിന്റിൽ നിൽക്കുന്നില്ല. ഇത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് അറിയാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഈ ഒരു ചെറിയ പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിക്കെന്ന് പറയുന്നത് ആ വീടിന്റെ 8-ലൊരു ഭാഗമായിട്ട് വരും. 8-ലൊരു ഭാഗമായിട്ട് വരും. അപ്പൊ 8-ലൊരു ഭാഗത്തിൽ നിൽക്കുന്ന ഈ 45 ഡിഗ്രി. ഇപ്പൊ ഈ ഒരു വീട് വെച്ചു, നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് പോകുമ്പോഴത്തേക്ക് ഈ വീടിന്റെ ഈ പറയപ്പെടുന്ന ഇത്രയും ഭാഗം അവർക്ക് ഇല്ല എന്ന് കരുതുക. അതായത് ഇപ്പൊ കറക്റ്റ് 9 തിരിച്ചപ്പോൾ തെക്ക് പടിഞ്ഞാറിലെ ഈ മൂല അവർക്ക് വീട്ടിലില്ല. അത് വിട്ടിട്ടാണ് അവർ വീട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ വീട്ടിൽ നമുക്ക് എന്ത് മനസ്സിലാക്കി? കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടാണ്. അപ്പം തെക്ക് പടിഞ്ഞാറ് ഈ വീട്ടിൽ ഇല്ല. അത് ചെറിയ അളവിലായിക്കോട്ടെ വലിയ അളവിലായിക്കോട്ടെ കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടാണ്. കന്നിമൂല നഷ്ടപ്പെട്ടു പോയാൽ അവിടെ എന്ത് സംഭവിക്കും? എത്ര കാശ് വന്നാലും 10 പൈസ കയ്യിൽ കാണുന്നില്ല. 10 രൂപ വരെയാണെന്നുണ്ടെങ്കിൽ 100 രൂപയുടെ ചെലവ് വേറൊരു വഴിക്കുന്നു വരും. പൈസ കയ്യിൽ നിൽക്കത്തില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സാറേ എത്ര പൈസ വന്നാലും നേരം വെളുക്കുമ്പോൾ 10 പൈസ കാണത്തില്ല, വരുന്നതിന്റെ ഇരട്ടി ചെലവായി പോകും, എത്ര വന്നാലും വീട്ടിൽ നിൽക്കില്ല എന്ന് പറയും. അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, അപ്പോൾ ഇത് കണ്ടിട്ട് ക്ലയന്റിന് അല്ലെങ്കിൽ ഒരാളിന് തോന്നുന്നു, എന്റെ വീടിന്റെ കന്നിമൂല ഉണ്ടല്ലോ, പക്ഷെ എന്റെ അവസ്ഥ ഇതാണല്ലോ. അത് പല കാരണങ്ങൾ കൊണ്ടുവരാം. അതിൽ ഒരു കാരണം കന്നിമൂല നഷ്ടപ്പെട്ടതാകാം. ഇനി അടുത്തൊരു കോർണറിലേക്ക് പോകാം. ഇത് ഈ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറാണ്. ഈ സൗത്ത് ഈസ്റ്റ് കോർണർ ഇപ്പം ഇത് നമ്മൾ 9 തിരിച്ചതുപോലെ ഇതിന്റെ 9-ലൊരു ഭാഗമായിട്ട് ഇത് നിൽക്കുകയാണ്. അപ്പൊ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവിടെ നമുക്ക് മിസ്സിംഗ് ആയിരുന്നു. അതേസമയം ഇവിടെ നമുക്ക് മിസ്സിംഗ് അല്ല. ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ടോയ്ലറ്റ് ആണെന്ന് കരുതുക. വീടിന്റെ തെക്ക് കിഴക്ക് മൂലയിൽ ഒരു ടോയ്ലറ്റ് വന്നു. ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ കടബാധ്യത ഉണ്ടാവും. കടബാധ്യത ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഫംഗ്ഷോ പ്രകാരം തെക്ക് കിഴക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സമ്പത്തിന്റെ ഡയറക്ഷനാണ്. അപ്പോൾ അവിടുത്തെ എനർജി എന്ന് പറയുന്നത് സമ്പത്താണ്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഈ ടോയ്ലറ്റ് ആയിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ആയിട്ടുള്ള ടോയ്ലറ്റ് അവിടെ വരുമ്പോൾ ആ ദിക്കിന്റെ സൗഭാഗ്യം സ്വാഭാവികമായും നഷ്ടപ്പെട്ടു പോകും. അപ്പം സമ്പത്തെന്നുള്ളത് നേരെ വിപരീത ദിശയിലേക്ക് വരും. ഏതാണ്? കടബാധ്യത അല്ലെങ്കിൽ പൈസയുടെ അധിക ചെലവ് ആ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ ഇത്തരം വീടുകൾക്ക് കടബാധ്യതയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? പൈസ നിൽക്കുന്നില്ല, കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഇവിടെ ആണെങ്കിലോ അത് കടബാധ്യതയ്ക്ക് പോകും. ഇനി ഈ വീടിന്റെ ഇവിടെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ ഒരു വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ഉണ്ടെന്ന് വെച്ചു. അത് ഇവർ വലിയ കടക്കണിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ സ്ത്രീകൾക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഇതുണ്ടാക്കും. ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് പാടില്ല. ഇനി നമുക്ക് മറ്റൊരു ദിക്കിലേക്ക് പോവാം. ഈശാനകോൺ. ഈശാനകോൺ എന്ന് പറയുമ്പോൾ എവിടെയാണ്? വടക്കും കിഴക്കും കൂടി കൂടിച്ചേരുന്ന മൂല. ആ മൂല മാത്രമാണോ? അല്ല. വീടിന്റെ 9 തിരിച്ചതിൽ ഒരു ഭാഗത്തെയാണ് നമ്മൾ വടക്ക് കിഴക്ക് ഈശാനകോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈശാനകോണിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എന്താണ്? വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫംഗ്ഷു പ്രകാരം ഇവിടെ ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ? ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ദിക്ക് സ്വാഭാവികമായും മലിനപ്പെട്ടു പോയി. ഫെങ്ഷുവിൽ ഈ ദിക്കിന്റെ സൗഭാഗ്യം എന്താ പറയുന്നത്? വിദ്യാഭ്യാസമാണ് പറയുന്നത്. അപ്പം വിദ്യാഭ്യാസത്തിന് എന്ത് പറ്റും? കുട്ടികൾ എത്ര പഠിക്കുന്ന കുട്ടികളായാലും അവർക്ക് അതിനനുസരിച്ചുള്ള മാർക്കോ കാര്യങ്ങളോ കിട്ടുന്നില്ല. അവർക്ക് വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. 100 കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവണം ചാൻസ് ഇല്ല. 99% കുട്ടികൾക്കും ഇത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതേപോലെ ഇത് ഫെങ്ഷു ആണ് പറഞ്ഞെങ്കിൽ നമ്മൾ വാസ്തുവിലേക്ക് പോകുമ്പോൾ വടക്ക് കിഴക്ക് നമുക്ക് എന്താണ്? ഈശാനകോണാണ്. അതായത് ഈശാനകോണിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ വാസ്തുപ്രകാരം ശിവൻ ഉണ്ട്, അതുപോലെ തന്നെ വാസ്തുപുരുഷന്റെ ശിരസ് ഉണ്ട്. 9 ഗ്രഹങ്ങളിൽ ഗുരുവും ഈ ഭാഗത്താണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ 9 ഗ്രഹങ്ങൾ ഈ 9 സ്ഥലങ്ങളിലായിട്ടുണ്ടെന്നുള്ളതാണ് കണക്ക് പറയുന്നത്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തിരിക്കുന്നത് ഗുരുവാണ്, ജൂപ്പിറ്റർ ആണ്. അപ്പോൾ ഈ ഭാഗം മലിനപ്പെട്ടു പോകുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടത്തേക്ക് കൊണ്ടുവന്ന് തരും. ഇനി ഇവിടെ ചില വീടുകളെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റ് ഭാഗം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കന്നിമൂലയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗം വീട്ടിൽ പണിഞ്ഞിട്ടില്ല. ഇവിടെ ഇത്രയും ഓപ്പണായി കിടക്കുകയാണ്. വടക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടാണ് കിടക്കുന്നെങ്കിൽ എന്താ സംഭവിച്ചു? എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്നുള്ളൊരു കണക്ക് പറയുന്നുണ്ട്. വാസ്തുപുരുഷൻ എവിടെയാണ് ഇരിക്കുന്നത്? വടക്ക് കിഴക്ക് ഭാഗത്ത് ശിരസ് വെച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാദം വെച്ചിട്ടാണ് വാസ്തുപുരുഷൻ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ വീടിന്റെ പ്ലാനിൽ നമ്മൾ വാസ്തുപുരുഷന്റെ പടം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ശിരസ് വന്ന ഭാഗം കട്ടായി പോകും. അപ്പോൾ വീടിന് അഭിവൃദ്ധി ഇല്ലാത്തൊരവസ്ഥയുണ്ടാവും. അപ്പൊ നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൈയില്ലാത്ത ഒരാളോ കാലില്ലാത്ത ഒരാളാണെങ്കിലും ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റും. അതേസമയം ശിരസ് നഷ്ടപ്പെട്ടു പോയാലോ വീടിന്റെ അഭിവൃദ്ധി പോകും. അപ്പോൾ ഓരോ ദിക്കുകൾക്കും വളരെ വളരെ പ്രാധാന്യമുണ്ട്. അത് വളരെ കൃത്യമായി നമ്മൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേറൊരു സംശയം വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ, സാറേ ഇപ്പൊ 9 കളങ്ങളായിട്ട് തിരിച്ചപ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അത്രയും വലിയ വീടാണെങ്കിലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ഇല്ല, ഒറ്റ മുറിയിലായാലും നമുക്കിതിനെ 9ആയിട്ട് തിരിച്ച് അതാത് സ്ഥലങ്ങൾ അതാത് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി ഇത് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞു, അപ്പൊ നമ്മൾ വെച്ചുപോയി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാസ്തുപ്രകാരം എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടോ എന്ന് വീട് കൺസൾട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. അതിലും പരിഹാരമില്ല, ഓൾറെഡി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫെങ്ഷുയിൽ നമുക്ക് ഇതിനെല്ലാത്തിനും പരിഹാരമുണ്ട്. ഫെങ്ഷുയിൽ എന്ന് പറഞ്ഞാൽ 2 രീതികൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഒന്ന്, ഒരു 5 എലമെന്റ്സിന്റെ തിയറി, ഒരു പഞ്ചഭൂത തത്വം. അതായത് വാട്ടർ, മെറ്റല്, വുഡ്, ഫയർ, എർത്ത്, ഈ 5 എനർജികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വീടിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കറക്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് വരും. ഇനി മറ്റൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, സിംബോളിക് ഫെങ്ഷുയുടെ ഭാഗമായിട്ട് ഇപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഇവിടെ ഫെങ്ഷു പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഗോഡ ടവർ വെച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ കൂടുതൽ ഊർജ്ജവൽക്കരിക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഇവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്, അപ്പൊ ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റുമോ? ഇല്ല. സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റിൽ നമുക്ക് പഗോഡ ടവർ വെക്കാം. അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിന്റെ മുകളിൽ വിദ്യാഭ്യാസത്തിനായി പഗോഡ ടവർ വെക്കാം. അടുത്തത്, സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നു, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു വയ്ക്കാം. സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു വയ്ക്കാം. ഇനി സൗത്ത് വെസ്റ്റ് ഭാഗം നമുക്ക് പോയി, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് ഒരു ഗ്രീൻ താര എന്ന് പറഞ്ഞിട്ട് ഒരു ഗോഡിന്റെ ചിത്രം നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്ത്, ഗോഡിന്റെ ചിത്രമോ സ്റ്റാച്യുവോ നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കാൻ പറ്റും. അങ്ങനെ എന്ത് പ്രശ്നങ്ങളാണോ അത് എന്താണെന്ന് കണ്ടിട്ട് അതാത് സ്ഥലങ്ങളിൽ അതിന്റെ ചില ചിത്രങ്ങളോ രൂപങ്ങളോ വെച്ചുകൊണ്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലർ ചിന്തിക്കും, ചിത്രങ്ങളോ രൂപങ്ങളോ വെക്കുന്നതാണോ ഫെങ്ഷുയി എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. അത് ഫെങ്ഷുയുടെ സിംബോളിക് ഫെങ്ഷുയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇതിൽ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ എടുക്കുക, അതിന്റെ ഡിഗ്രി എടുക്കുക, അത് പണി കഴിപ്പിച്ച കാലഘട്ടം എടുക്കുക, എന്നിട്ട് അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക. ഫ്ലൈങ് സ്റ്റാർ ഇതിനകത്തോട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുക. സൂപ്പർ ഇമ്പോസ് ചെയ്തതിന് ശേഷം ഇതിലെ ഓരോ ദിക്കുകളും നമ്മൾ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്ന സ്റ്റാർ ഏതാണെന്ന് വെച്ചിട്ട് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.